ഞാൻ നിസ്കാരത്തെ സംബന്ധിച്ച് തന്നെ മുമ്പ് പലപ്പോഴും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല. എന്റെ മാന്യ സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു വാചകം കേട്ടപ്പോൾ, ഇന്ന ബൈന യദൈൽ ഖൽഖി ഖംസു ഉഖബാതിൻ, ഏതൊരു സൃഷ്ടിക്കും ഒരു 5 കടമ്പകൾ കടക്കാനുണ്ട്. ഏതൊരു മനുഷ്യനും പടച്ചവന്റെ അതേ മുമ്പിൽ രക്ഷപ്പെടാൻ 5 കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതേ, ഇന്ന ബൈന യദൈൽ ഖൽഖി ഖംസ ഉഖബാതിൻ, 5 കടമ്പകൾ കടക്കാനുണ്ട്. ലാ യഖ്തഉഹാ കുല്ലു ളാമിനിൻ വമഹ്സൂൽ, അതേ തടിയും വണ്ണവുമൊന്നുമില്ലാത്തവർക്കൊക്കെ അതങ്ങ് കടന്നു പോകാൻ സാധ്യമല്ല. അതൊരു വല്ലാത്ത കടമ്പയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് നബിയെ അത്? അവിടുന്ന് മറുപടി പറഞ്ഞു, ഉലാഖൽ മൗതു, ഒന്നാമത്തേത് മരണമാണ്. അതിന്റെ ആത്മാവ് തൊണ്ടയിൽ കിട്ടുന്ന അവസ്ഥയാണ്. രണ്ടാമത്തേത് ഖബറാണ്, അതിന്റെ ആ ഏകാന്തതയാണ്, അതിന്റെ ഒടുക്കമാണ്. മൂന്നാമത്തേത് മുങ്കർ നകീർ അലൈഹിസ്സലാം, ആ മലക്കുകളുടെ ചോദ്യമാണ്, അവരുടെ ഗൗരവമാണ്. അതേ, നാലാമത്തേത് അതാ മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസാണ്, അതിൽ നന്മ ചുരുങ്ങിപ്പോകുന്ന പ്രശ്നമാണ്. അഞ്ചാമത്തേത് സിറാത്ത്, ആ നരകത്തിന്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്ന നേരിയ പാലമാണ്. അതേ, ഇതങ്ങ് കേട്ടപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഈ 5 കടമ്പകളെ കുറിച്ച് കേട്ടപ്പോൾ പൊട്ടി 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 അങ്ങ് കരഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ തങ്ങളെ മുന്നിൽ വെച്ച് കരഞ്ഞപ്പോ ആകാശങ്ങളും മലക്കുകളും കരഞ്ഞുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചില് കണ്ട് കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയുന്നു, നബി അബൂബക്കറിനോട് പറയൂ, കരയല്ല, ആ 5 കടമ്പകൾ കടന്നു പോകാൻ അതേ അതിന് വഴിയുണ്ട്. അതേ, അറബികളിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ടില്ലേ, കുല്ലുദാഇൻ ലഹു ദവാഉൻ ഇല്ലൽ മൗത്ത്, ഏത് രോഗത്തിനും മരുന്നില്ലേ? അതേ, മരണമല്ലാത്ത രോഗങ്ങൾക്കൊക്കെ മരുന്നില്ലേ? അതുപോലെ ഈ 5 കടമ്പകൾ കടന്നു പോകാനും അതിന് വഴിയുണ്ട്. എന്നിട്ട് പറഞ്ഞു, മൻ സല്ലാ സലാത്തൽ ഫജ്രി, ആരെങ്കിലും സുബ്ഹി നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ മൗതു വഖ്സതുഹു, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുബ്ഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ അവന് മരണം എളുപ്പമാണ്. മരണത്തിന്റെ ആ റൂഹ് പിടിക്കലും എളുപ്പമാണ്. ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, എന്ത് ക്ഷീണമുണ്ടെങ്കിലും എന്ത് ജോലിയുണ്ടെങ്കിലും എപ്പോൾ വന്ന് കിടന്നതാണെങ്കിലും സുബഹിയൊന്ന് കളാകാതെ നിസ്കരിക്കൂ. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ റബ്ബുൽ ഫലഖ് എന്ന് പടച്ച റബ്ബ് പറയാൻ തന്നെ കാരണം അതിൽ സുബഹി സമയം പ്രത്യേകം പരാമർശമാണ്. കാരണം സുബഹിന്റെ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. സുബഹിന്റെ സമയം വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയം അല്ലാഹു തആല എല്ലാ നന്മകളും ബറക്കത്തുകളും ഇറക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങേണ്ട സമയമല്ല. യജമാനനായ റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കേണ്ട സമയമാണ്. സർവ്വ പള്ളികളിലും മൈക്കുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ബാങ്ക് വിളിക്കുന്നവന് ശമ്പളം കൊടുക്കുന്നവൻ പോലും ചിലപ്പോൾ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, പള്ളിയിലെത്തിച്ചേരുന്നില്ല. സങ്കടമല്ലേ? സുബഹി ഖളാകാതെ നിസ്കരിക്കാനുള്ളൊരു സന്മനസ് എല്ലാ മുഅ്മിനീകൾക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
സുബ്ഹി ഖളാ ആകാതെ നിസ്കരിക്കുന്നവന് വലിയ സംരക്ഷണം കൊടുക്കുമെന്നാണ് ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. കൂട്ടത്തിൽ മരണത്തിന്റെ വലിയ വ്യാകുലത, മരണത്തിന്റെ വലിയ വലിയ പ്രശ്നം, ആ പ്രശ്നത്തിന് പരിഹാരം സുബ്ഹി ഖളാ ആകാതെ നിസ്കരിക്കലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമതായി വമൻ സല്ലാ സലാത്തൽ ഇശാഇ, ഒരു മനുഷ്യൻ ഇശാ നിസ്കാരം കൃത്യത്തിന് നിർവഹിച്ചാൽ ഹാന അലൈഹി സിറാത്തു വദിഖതുഹു, നരകത്തിന്റെ മേലെ കൊണ്ടുവന്ന് വെക്കുന്ന ആ വളരെ മൂർച്ചയുള്ള വളരെ നേരിയ പാലമില്ലേ, അതിന്റെ മേലെ കൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുന്നു. അതെ, പിന്നെയും പറയുന്നു വമൻ സല്ലാ സലാത്തൽ ളുഹ്രി, വല്ലവനും ളുഹ്ർ നിസ്കാരം നിർവഹിച്ചാൽ ഹാനഅലൈഹിൽ ഖബ്റു വദീഖുഹു, അവന് ഖബറിൽ ഇടുക്കത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു, ഖബറിൽ സൗഖ്യം ലഭിക്കുന്നു. വമൻ സല്ലാ സലാത്തൽ അസ്രി, ആരെങ്കിലും അസ്ർ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ ഹാനഅലൈഹി സുആലു മുൻകരിൻ വനകീർ, മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി എളുപ്പം കിട്ടുന്നു. അവരുടെ ഗൗരവം അവനൊരു പ്രശ്നമാകുന്നില്ല. വമൻ സല്ലാ സലാത്തൽ മഗ്രിബി, വല്ലവനും മഗ്രിബ് നിസ്കാരം കൃത്യത്തിന് നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ മീസാനു വഖഫതുഹു, അവന്റെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ അവന്റെ നന്മക്കഥാ നല്ല തൂക്കം കിട്ടുന്നു. ഓ മുസ്ലിമീങ്ങളെ, ഏതൊരു മനുഷ്യനും കടന്നു പോകാനുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പൊട്ടിക്കരയിച്ച 5 കടമ്പകൾ കടക്കാൻ ഈ 5 നിസ്കാരം കൃത്യമായി നിസ്കരിക്കൂ മുസ്ലിമേ. അതിന് തയ്യാറുള്ളവർക്കല്ലേ ഖുർആനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം, ഖുർആനിന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലദീന യുഖീമൂന സ്വലാത വയുതൂന സകാത്ത്. പല സൂറത്തുകളിലും അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം സൂറത്തുൽ ലുഖ്മാനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ തന്നെ പറയുകയാണ്. നിസ്കാരം മുറക്ക് നിർവഹിക്കണം, അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. നിസ്കരിക്കാൻ കഴിയാത്ത വേഗം ഒരു കസേര എടുത്ത് പള്ളിയിലിരിക്കരുത്. പള്ളിയിൽ കസേരയിൽ നിസ്കരിക്കുന്ന പലരും ഉണ്ട്. അതവർക്ക് ഒരു നിലക്കും നിൽക്കാനും നിലത്തിരിക്കാനും സാധിക്കാത്തത് കൊണ്ടാണ് എന്നാണ് നമ്മൾ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എനിക്കൊരു ചെറിയ സംശയം, ചില മുതലാളിമാരൊക്കെ കാലിന് സുഖമില്ലാതെ 1-2 മുതലാളിമാർ അവിടെ ഇവിടെയൊക്കെ കസേരയിൽ ഇരുന്നപ്പോ ഇതൊരു സ്റ്റാറ്റസ് ആണ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി പോകുന്നൊരു സംശയം. കാരണം വയസ്സന്മാരെല്ലാം പണ്ടുണ്ടല്ലോ, വയസ്സന്മാരൊക്കെ പണ്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് ഒരൊറ്റ കുട്ടിയെയും കസേരയിൽ ഇരിക്കുന്നത് കാണില്ല പള്ളിയിൽ. ഇപ്പൊ കസേര ഇങ്ങനെ എണ്ണം കൂടി വരികയാണ്. അതുകൊണ്ട് പറയട്ടെ ഒരു മസാല, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവൻ ഇരുന്ന് നിസ്കരിക്കരുത്. ചിലരുടെ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു. നല്ല ഒന്നാം നമ്പറായിട്ട് നടന്ന് പള്ളിയിൽ വരിക, നിസ്കരിക്കും, പിന്നെ കസേരയിൽ ഇരിക്കുക. ഇന്ന് നടന്നു വന്നാക്ക് പിന്നെ കുറച്ചു നേരം നിന്നൂടെ? നടന്നിട്ടല്ലേ പള്ളിയിൽ വന്നത്. അപ്പൊ പിന്നെ കസേരയിൽ എന്തുകൊണ്ട് ഇരിക്കുന്നു? നിസ്കരിക്കുമ്പോ ഖിയാമ്, നിസ്കാരത്തിന്റെ ഒരു ഫർളാണത്. ഖിയാമ്, നിൽക്കാൻ കഴിയുന്നിടത്തോളം നിൽക്കണം. ഒരു നിലക്കും നിൽക്കാൻ കഴിയാതിരിക്കുമ്പോഴേ ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു, ഒരാളെ സഹായം കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചിട്ട് നിൽക്കണം. പിടിച്ചിട്ടും നിൽക്കാൻ കഴിയുന്നില്ല. ഒരു പിടിച്ചിരിക്കാനും ഒരാളെ കിട്ടുമോ ഉസ്താദേ? പൈസ കയ്യിലുണ്ടേ ശമ്പളം കൊടുത്ത് നിർത്തിക്കോ. എന്തിനായി പൈസ? ഈ പൈസ എന്തിനാ? കൊണ്ടുപോകാനാ? ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തിക്കോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരല്ലേ? നീ വേറുള്ള എല്ലാ പഠിക്കും ശമ്പളം കൊടുത്ത് ആളെ നിർത്തുന്നില്ലേ? സഹോദരന്മാരെ, അപ്പൊ പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. അതിന് കഴിയില്ലെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ.
അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത പക്ഷം ഇരുന്ന് നിസ്കരിക്കാം. ഇരിക്കുമ്പോൾ ഏതിത്തമാണ് നല്ലത്? പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മൾ ഇടയിലെ തഹിയ്യത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തം, അതേ 2 സുജൂദുകൾക്കിടയിലിരിക്കുന്ന ഇരുത്തം, ഇടത്തെ കാല് നിലത്ത് പരത്തി വെച്ച് എന്നിട്ട് അതിന്റെ മേലെ ചന്തി വെച്ച് വലത്തെ കാല് അതിന്റെ പാദം കുത്തനെ വെച്ചിരിക്കുന്ന ഇരുത്തം, അതാണ് ഏറ്റവും നല്ല ഇരുത്തം. അതിന് കഴിയില്ലെങ്കിൽ കഴിയുന്ന നിലക്കിരിക്കാം. അതിന് കഴിയാതിരിക്കുമ്പോൾ മാത്രമേ കസേരയിലിരിക്കാവൂ. അതേ, നിസ്കാരം ഉറക്കെ നിർവഹിക്കണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ മസലകളും നിയമങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയട്ടെ, മുറക്ക് നിർവഹിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നിന്നുകൊണ്ടാണ് നിസ്കാരം വേണ്ടത്. നിന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയ്യത്താണ്. നിയ്യത്തെന്ന് പറയുന്നത് എന്താണ്? ഞാൻ നിസ്കരിക്കുന്നുവെന്ന് മനസ്സിലുണ്ടാകണം. ഇന്ന നിസ്കാരമാണെന്നുണ്ടാകണം. ഫർദാണെങ്കിൽ ഫർദാണെന്നും മനസ്സിലുണ്ടാകണം. ഈ 3 കാര്യം നിർബന്ധമാണ്. ഇമാമിന്റെ കൂടെയാണെങ്കിൽ ഇമാമിന്റെ കൂടെ എന്നോ ജമാഅത്തായി എന്നോ കരുതണം. അങ്ങനെ ഈ കാര്യം നിർബന്ധമാണ്. ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി അതുപോലെ തുടങ്ങിയിട്ടുള്ളതെല്ലാം സുന്നത്താണ്, നല്ലതാണ്. അങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് നിസ്കാരം ആരംഭിക്കേണ്ടത്. ആരംഭം എന്തുകൊണ്ടാണ്? മിത്താഹു തക്ബീറു, അതേ, അതിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്ന നാമം കൊണ്ടാണ്. അതെ, അല്ലാഹ്, ആ റബ്ബിന്റെ ഏറ്റവും മഹത്വമേറിയ പേര്. ആ പേരല്ലേ പ്രസവിക്കപ്പെട്ട ഉടനെ നമ്മളെ ചെവിട്ടിൽ നമ്മൾ ആദ്യം കേട്ടത്? അതല്ലേ കേൾപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ? കാരണം പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ വലത്തെ ചെവിട്ടിൽ ബാങ്ക്, ഇടത്തെ ചെവിട്ടിൽ ഇഖാമത്ത്. ആദ്യം കൊടുക്കേണ്ടത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബിന്റെ പേരാണ്, അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബർ ഒരു ദിവസം 50 പ്രാവശ്യം സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്ന, ചുരുങ്ങിയത് കേട്ടുകൊണ്ടിരിക്കുന്ന വചനം അല്ലാഹു അക്ബർ 30 പ്രാവശ്യം അല്ലേ? ഓരോ ബാങ്കിലും 6 പ്രാവശ്യം, അങ്ങനെ 30 പ്രാവശ്യം ബാങ്കിൽ. ഓരോ ഇഖാമത്തിലും 4 പ്രാവശ്യം, അങ്ങനെ 20 പ്രാവശ്യം ഇഖാമത്തിൽ. 50 പ്രാവശ്യം പറയുന്നൊരു വാക്ക് അല്ലാഹു അക്ബർ. അല്ല വലിയവനാണ്. ആർക്കും അഹങ്കാരം വേണ്ട, ആർക്കും ഞാനൊരു വലിയവൻ എന്ന തോന്നൽ വേണ്ട. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബർ പറയുന്നതിന് മുമ്പ് തന്നെ നിന്റെ മനസ്സിൽ ആ കരുത്തിരിക്കട്ടെ. ആ കരുത്തോടുകൂടി നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞോ. പറയാൻ തുടങ്ങുമ്പോൾ നീ കൈ ഉയർത്താൻ തുടങ്ങിക്കോ. എപ്പോഴാ കൈ കെട്ടേണ്ടത്? എങ്ങനെയാ കൈ ഉയർത്തേണ്ടത്? അല്ലാഹു അക്ബർ പറയേണ്ടത് എങ്ങനെ? കൈ ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ പറയാൻ തുടങ്ങുക. കൈ ഉയർത്തി തീരുമ്പോൾ അല്ലാഹു അക്ബർ തീരുക. ഞാൻ പറയാം, കണ്ടോളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കൈ ഉയർത്താൻ തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ തുടങ്ങുക. ഉയർത്തി തീരുമ്പോൾ അല്ലാഹു അക്ബർ തീരുക. ഉയർത്തേണ്ടത് എത്രയാണ്? ഉയർത്തേണ്ടത് എത്രയാണ്? അല്ലാഹു അക്ബർ ഉയർത്തേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണം. അവനവന്റെ ചുമലിന്റെ നേരെ കൈപ്പടങ്ങളെത്തുന്ന വിധം, ചൂണ്ടം വിരല്, നീളമുള്ള വിരല് കാതിന്റെ മേലെ എത്തുന്ന വിധം, തള്ള വിരല് കാതിന്റെ ചോടയെത്തുന്ന വിധം, അങ്ങനെയാണ് ഉയർത്തേണ്ടത്. പലരും പല കളിയാ കളിക്കല്. ചിലർ അല്ലാഹു അക്ബർ ഇങ്ങനെ ഭാരി പിടിക്കുന്നത് കാണാം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ കൂടുതലൊന്നും പൊക്കാതെ നല്ല സൂത്രത്തിലേക്ക് ശരിയാക്കുന്ന ഒരു കോലം കാണാം. രൂപമാണ് പറഞ്ഞത് അല്ലാഹു അക്ബർ. അങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ ആ തക്ബീർ കഴിഞ്ഞതിന് ശേഷമാണ് കൈ താഴ്ത്തി വെക്കേണ്ടത്. തക്ബീർ കഴിഞ്ഞതിന് ശേഷമാണ്
കൈ താഴ്ത്തി വെക്കേണ്ടത്. അത് താഴ്ത്തി വെക്കേണ്ടത് എവിടെയാണ്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊക്കിളിന്റെ മേലെയാണ്, നെഞ്ഞിന്റെ ചുവടെയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊക്കിളിന്റെയും ചുവടെയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഒരഭിപ്രായത്തിൽ ആ രണ്ട് കൈയും താഴ്ത്തി തന്നെ അവിടെ വെക്കേണ്ടതാണ്, അതവിടെ കെട്ടേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിൽ കൈവെക്കുമ്പോൾ അതേ സഹാബികൾക്കും ഇമാമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്ക് 3 രൂപം മാത്രമാണുള്ളത്. ഒന്ന് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോടെ, മറ്റൊന്ന് പൊക്കിളിന്റെയും ചുവടെ, മറ്റൊന്ന് തീരെ താഴ്ത്തിയിടലാണ്. ഇങ്ങനെ 3 രൂപമല്ലാതെ മറ്റൊരു രൂപം കൈവെക്കുന്നതിനില്ല. അബൂദാവൂദിന്റെ ശറഹിൽ ബദലുൽ മജ്ഹൂദിൽ പറഞ്ഞു, ശൗക്കാനി എന്ന് പറയുന്ന ഈ അടുത്ത കാലത്തുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം നെഞ്ഞിന്റെ മേലെ കൈവെക്കണമെന്ന് പറഞ്ഞു. അത് 4 മദ്ഹബിനും എതിരാണ്, ലോക മുസ്ലിമീങ്ങളെ നടപടിക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുത്തെ കൈ അലാ സദ്രിഹി, നബി തങ്ങളുടെ നെഞ്ഞിനടുക്കൽ വെച്ചു എന്നാണ് ഹദീസിലുള്ളത്. അല എന്നതിന്റെ അർത്ഥം ഇൻദ സദ്രിഹി, കൈ അതാ നെഞ്ഞിന്റെ അടുക്കൽ എന്നാണ്. കാരണം ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ ഇൻദ സദ്രിഹി എന്ന് വന്നിട്ടുണ്ട്. അല എന്ന് പറയുന്ന അറബി വാചകം അടുക്കൽ എന്നതിനും പറയും, മേലെ എന്നതിനും പറയും. ഇവിടെ അടുക്കൽ എന്ന അർത്ഥത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ ഇൻദ സദ്രിഹി എന്നാണുള്ളത്. അപ്പോൾ 2 റിപ്പോർട്ടും യോജിക്കുന്നു. ഇൻദ സദ്രിഹി നെഞ്ഞിന് അടുക്കൽ എന്നർത്ഥം വരുമ്പോ, അതുകൊണ്ട് ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ കൻസുർ റാഗിബീൻ എന്ന അവിടുത്തെ മിൻഹാജിന്റെ ശറഹിൽ പറഞ്ഞു, അപ്പോൾ അതാ കയ്യിന്റെ ലാസ്റ്റ്, കൈ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തോളം കയ്യല്ലേ, തോള് മുതൽക്ക് വിരൽ വരെ കയ്യല്ലേ, ആ കയ്യിന്റെ ലാസ്റ്റ് എന്ന് പറയുന്ന കൈപ്പടമല്ലേ, ആ കൈപ്പടം യകൂനു തഹത സദ്രിഹി, നെഞ്ഞിന്റെ ചുവടെയായിരിക്കും. ആ നിലക്കാണ് വെക്കേണ്ടതെന്ന് മഹാന്മാരായ ഇമാമികൾ വിവരിച്ചു. അതുകൊണ്ട് കൈവെക്കുമ്പോൾ അത് വെക്കേണ്ടത് നെഞ്ഞിന്റെ ചുവടെയാണ്, അലാ സദ്രിഹി. അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അലാ സദ്രിഹി കൈവച്ചു എന്ന ഹദീസാണ്. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു നെഞ്ഞിന്റെ ചുവടെ പൊക്കിളിന്റെ മേലെ കൈവെക്കണമെന്നതിന് തെളിവ് പറഞ്ഞിട്ടുള്ളത് മുസ്ലിമീങ്ങളെ. ഇമാമിങ്ങൾക്കാണ് ഹദീസിന്റെ അർത്ഥമറിയുന്നത്, ഇമാമിങ്ങൾക്കാണ് ഖുർആനിന്റെ അർത്ഥമറിയുന്നത്. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്, അതേ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ. ഖുർആൻ പറയുന്ന മോഡലുകൾ അത് തികഞ്ഞ പണ്ഡിതന്മാരായ ഇമാമിങ്ങൾക്ക് മനസ്സിലാകൂ. ഖുർആൻ പറഞ്ഞതെന്താണ്, ഹദീസ് പറഞ്ഞതെന്താണ് എന്നത് മനസ്സിലാകുന്നവർ ഇമാമിങ്ങളാണ്. ആ ഇമാമിങ്ങൾ പഠിപ്പിച്ചതിന് 3 രൂപം മാത്രമാണ് കൈവെക്കുന്നതിനുള്ളതെന്ന് ബദലുൽ മജ്ഹൂദിൽ കാണാം. അപ്പോൾ കൈ കെട്ടേണ്ടത് എങ്ങനെയാണ്? ഇനി അതും കൂടി ഒന്നൊക്കെ പറഞ്ഞേക്ക്. ഏതായിരുന്നാലും കുറച്ച് മസാല പഠിക്കുന്നത് നല്ലതല്ലേ. കൈ എങ്ങനെ വെക്കണം? ഇടത്തെ കൈയിന്റെ മണിക്കണ്ടം വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന വിധത്തിൽ. അപ്പൊ ഈ മണിക്കണ്ടം എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈ കൈയിന്റെ മണിക്കണ്ടം. അത് ഈ വലത്തെ കൈ കൊണ്ട് പിടിക്കുന്ന വിധത്തിൽ പടത്തിന്റെ പുറത്തിന്റെ മേലെ വലത്തെ കൈയിന്റെ ഉൾഭാഗം വെച്ച് 3 വിരൽ വേണമെങ്കിൽ തണ്ടം കൈയിന്റെ മേലെ വെച്ച് 2 വിരലുകൾ 2 സമീപത്തെ 2 ഭാഗത്തേക്ക് വെച്ച് ഇങ്ങനെ പിടിക്കാം. അല്ലെങ്കിൽ ഒരു വിരൽ ഒരു ഭാഗത്തും മറ്റു വിരലുകൾ മറ്റൊരു ഭാഗത്തുമായി അങ്ങനെയും പിടിക്കാം. ഏതായാലും ഈ കാണുന്ന മനുഷ്യന്റെ കൈപ്പടം അവിടെ ആണ് കൈ വെക്കേണ്ടത്, പിടിക്കുന്ന വിധത്തിലാണ് വെക്കേണ്ടത്. ചില ആളുകൾ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് മുട്ടിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. ചിലരിങ്ങനെ പല്ലി പുട്ടത്തുമ്പോൾ നിന്നവർ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ താങ്ങാൻ വേണ്ടി വെക്കും. വേറെ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് എന്തെല്ലാം സൈസ് വെക്കലാണ്. മറ്റു ചിലർ സുബ്ഹാനല്ലാഹ് ട്രാൻസ്ഫോമറിന്റെ വില വരച്ച പോലെ എങ്ങനെ നെഞ്ഞത്ത് വെക്കും. ഇങ്ങനെയൊന്നുമല്ല കൈവെക്കേണ്ടത്. കൈവെക്കേണ്ട രൂപമാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ഏഴ് സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്
തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കേണ്ടത്. അത് കടന്നാൽ മുസ്ലിമീങ്ങളെ ലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊന്നും നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. നിസ്കാരം ബാത്തിലാകുന്ന മുഴുവൻ വിഷയങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാകും. രണ്ടക്ഷരം ദിക്റല്ലാതെ, ഖുർആനല്ലാതെ, അതുപോലുള്ള വിഷയമല്ലാതെ അതാ സംസാരം വന്നാൽ നിസ്കാരം ബാത്തിലാകും. ഒരൊറ്റ അക്ഷരം തന്നെ ഒരർത്ഥം കിട്ടുന്ന വാക്കാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണത്തിന് അറബിയിൽ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. ഒറ്റ അക്ഷരമാണ്, പക്ഷേ ഒരു വാക്കർത്ഥമുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. ഒറ്റ അക്ഷരവും ഒഴിഞ്ഞുകൂടാ. രണ്ടക്ഷരം ഒഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അർത്ഥമുള്ള ഒരക്ഷരമാണെങ്കിലും നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ പടച്ച റബ്ബിനോടുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ദിക്റല്ലാതെ, ദുആ അല്ലാതെ, ഖുർആനോത്തല്ലാതെ, സ്വലാത്തല്ലാതെ, അങ്ങനെയുള്ള കർമ്മങ്ങളല്ലാതെ മറ്റൊരു വാക്കും വന്നുകൂടാ. അറബിയല്ലാത്ത വാചകം വന്നുകൂടാ. അറബിയിൽ തന്നെ അതാ ദിക്റും ഖുർആനും അങ്ങനെയുള്ള ഇബാദത്തിന്റെ ദിക്റല്ലാതെ വന്നുകൂടാ. ഇനിയോ ഒന്നുകൂടി പറയാൻ, ആ നിസ്കാരത്തിലേക്ക് കടന്നാൽ ദുആഉൽ ഇഫ്തിതാഹ് എന്നൊരു ദുആയുണ്ട്. പ്രാരംഭ പ്രാർത്ഥന എന്നാണ് അതിനർത്ഥം. അത് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാർത്ഥനയാണ്. സാധാരണ നമ്മൾ വജ്ജഹ്തു ഓതുക എന്നാണ് പറയുക. അത് തന്നെയാകണം എന്ന് നിർബന്ധമില്ല. അത് ഏറ്റവും നല്ല ഒരു വചനമാണ്. അതേ സമയത്ത് അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത് ഹദീസിലുണ്ട്. അതുപോലെ വേറെയും പലതും ആ സമയത്ത് പറ്റുന്നതുണ്ട്. പക്ഷേ വജ്ജഹ്തു അറിയുന്നവർക്ക് അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഇമാമിന്റെ കൂടെ നമ്മുടെ ആ നൃത്തത്തിൽ ഫാത്തിഹ മുഴുവനും കിട്ടുകയില്ലെന്ന് തോന്നിയാൽ അവൻ വജ്ജഹ്തു ഓതാൻ പാടില്ല. ഉടനെ തന്നെ ബിസ്മി ഓതി ഫാത്തിഹയിലേക്ക് കടക്കണം. അവൻ അഊദു ഓതാൻ പാടില്ല. ഇരിക്കട്ടെ, വജ്ജഹ്തു ഓതിക്കഴിഞ്ഞതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതേ പിശാചിന്റെ ശർറിൽ നിന്ന് പടച്ചവനോട് കാവൽ ചോദിക്കുന്ന ഇസ്തിആദത്ത് പ്രത്യേകം സുന്നത്താണ്. ശേഷം ബിസ്മി ഓതിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഫാത്തിഹയിൽ ബിസ്മി ഉണ്ടോ ഇല്ലേ, അതൊരു തർക്കത്തിന് നിൽക്കേണ്ടതില്ലല്ലോ. മഹാനായ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിഹയിൽ ബിസ്മി ഉണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അതിന് ഏറ്റവും വലിയ തെളിവ് മുസ്ഹഫ് ഒന്ന് മറിച്ചു നോക്കൂ, അതിൽ ഫാത്തിഹയിൽ ബിസ്മി ഇല്ലേ എന്നാണ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസ്മി ഓതിക്കൊണ്ടാണ് ഫാത്തിഹ ഓതേണ്ടത്. ഇനി സഹോദരന്മാരെ, അതിന് തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹയിൽ മുസ്ഹഫ് മറിച്ചു നോക്കിയാൽ കാണാവുന്നതല്ലേ. ഇനി ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ഫാത്തിഹ സൂറത്ത് ഓരോ റകഅത്തിലും ഓതൽ നിർബന്ധമാണ്. ആ നൃത്തം നിൽക്കുമ്പോ എന്റെ ചെറുപ്പക്കാരെ ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു, നിങ്ങളെ നിസ്കാരം നിങ്ങൾ ബാത്തിലാക്കരുതേ. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ നമ്മൾ അല്ലാഹു അക്ബർ ഇങ്ങനെ കയ്യവിടെ വെച്ചാൽ ഉടനെ വസ്വാസുൽ ഖന്നാസ് വരും. വസ്വാസുൽ ഖന്നാസ് ഖുർആനിലൊരു സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കിയിരിക്കുകയല്ലേ. ഞാനതായിരുന്നു പിന്നാന്ന് പേരാമ്പ്രയിൽ സംസാരിച്ചത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ദുർമന്ത്രണം കൊണ്ടുവന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ സംശയങ്ങളും തോന്നലുകളും കൊണ്ടുവരുന്ന ശൈത്താനുണ്ട്. അത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുമുണ്ട്, ജിന്നുകളെ കൂട്ടത്തിലുമുണ്ട്. അതിൽ നിന്ന് കാവൽ ചോദിക്കാൻ അല്ലാഹു ഒരു സൂറത്ത് ഇറക്കിയതാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ആ സൂറത്തിൽ കണ്ടില്ലേ മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, അതേ ദുർമന്ത്രണം ഉണ്ടാക്കുന്ന
സംശയങ്ങൾ ഉണ്ടാക്കുന്ന ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ആ ശൈത്താൻ പെട്ടെന്ന് തന്നെ കൈകെട്ടിയതിനു ശേഷം ചെറുപ്പക്കാരന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു തോന്നല് എന്താണ്? കുപ്പായം ഒന്ന് റെഡിയാക്കണം. കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുന്നതിലിടക്ക് പെങ്കട്ടൊന്നും വരുന്നില്ല കേട്ടോ. നിസ്കരിക്കുന്നതിലിടക്ക് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഫോട്ടോ എടുക്കാൻ വന്നിട്ടൊന്നും അതുമില്ല. പക്ഷേ അപ്പ ശൈത്താൻ കൊണ്ടുവരാണ്, കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ 2 കൈ കൊണ്ട് കുപ്പായത്തിന്റെ മുന്നിൽ ഒന്ന് പിടിച്ചൊരു താഴ്ത്തല്, ബേക്കോട്ട് പിടിച്ച് പിന്നെ ഒരു താഴ്ത്തല്, മുന്നിലും പിടിച്ചൊരു താഴ്ത്തല്, പിന്നിലും പിടിച്ചൊരു താഴ്ത്തല്. നിസ്കാരം ബാക്കിലാൻ വേറെ എന്തോ വേണോ? അതിന്റെ 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ, ഓ സഹോദരന്മാരെ, 3 അനക്കം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. തുടർച്ചയായി എന്നതിന്റെ മാന നിങ്ങൾ മനസ്സിലാക്കിയോ? തുടർച്ചയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ചിലര് മനസ്സിലാക്കിയത് ഒരു അനക്കം കഴിഞ്ഞിട്ട്, ഒരു സുബ്ഹാനല്ലാഹ്ന്റെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അനക്കം വന്നാൽ അത് തുടർച്ച അല്ല എന്നാണ് ചിലർ ധരിച്ചത്. അങ്ങനെയല്ല. മറിച്ച് തുടർച്ചയായ അനക്കം എന്ന് പറയുന്നത് ഒരു സുബ്ഹാനല്ലാഹയുടെയോ 2 സുബ്ഹാനല്ലാഹയുടെയോ 3 സുബ്ഹാനല്ലാഹയുടെയോ ഖദർ കൊണ്ട് തുടർച്ച മുറിയൂല. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ, മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വലിയ സമയം പറഞ്ഞു ചിലര്. പക്ഷേ ഉറുഫാണ് സാധാരണ നിലക്ക് തുടർച്ചയെന്ന് പറയാത്തതെന്നാണ് പറഞ്ഞതെങ്കിലും ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഫാത്തിഹ സൂറത്ത് ഓതുന്ന സമയമെങ്കിലും കഴിഞ്ഞാലേ ഒന്നിനോട് മറ്റൊന്നിന് തുടർച്ചയില്ലെന്ന് പറയാൻ പറ്റൂ. പഴയ കാലത്ത് ഞാൻ മഹാനായ മർഹൂം കണാരന്റെ ഉസ്താദിന്റെ വയല് കേൾക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, മാസങ്ങളോളം പാറക്കടവിലും പരിസരങ്ങളിലുമൊക്കെ ഇൽമു പറഞ്ഞിരുന്ന വലിയൊരു മഹാനായിരുന്നല്ലോ അത്. അന്ന് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ചൂട്ടും കത്തിച്ചിട്ട് മഹാനവറുകളെ വയലിന് തുടർച്ചയായി പോകാറുണ്ട്. പോയാൽ മുന്നിലെ കസേരയിൽ തന്നെ ഇരുന്ന് കേൾക്കാറുണ്ട്, നന്നായി ഗ്രഹിക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ മഹാനവറുകൾ വയല് പറയുമ്പോ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്ന സമയമെങ്കിലും ഒരനക്കത്തിന്റെയും മറ്റൊരനക്കത്തിന്റെയും ഇടയ്ക്കില്ലെങ്കിൽ അത് തുടർച്ചയായ അനക്കമാണെന്നാണ് അന്ന് മഹാനവറുകൾ പറഞ്ഞത്. ഞാനതൊരു കിതാബിലും കാണാത്തത് കൊണ്ടാണ് ഞാൻ മഹാനവറുകളിൽ നിന്ന് കേട്ടത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഓ സഹോദരന്മാരെ, അതുകൊണ്ടൊരു സുബ്ഹാനല്ലാഹയുടെ ഖദർ മതി, എന്നാ തുടർച്ചയല്ല എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതാണ്. മറിച്ച് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്ന യജമാനനായ റബ്ബിന്റെ മുമ്പിലുള്ള ഒരു സമർപ്പണമാണ്. ആ സമർപ്പണത്തിന് നമ്മൾ ഇളകി കളിക്കേണ്ട സമയമല്ല, നമ്മൾ അനക്കേണ്ട സമയമല്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ കുപ്പായത്തിന്റെ മുൻഭാഗം പിടിച്ച് താഴ്ത്തുമ്പോ 2 കൈ കൊണ്ട് നിങ്ങൾ അനങ്ങിയില്ലേ? കൈ നിങ്ങൾ വെച്ച സ്ഥലത്ത് നിന്ന് എടുത്തില്ലേ? എന്നിട്ട് അവിടെ വെച്ചില്ലേ? എന്നിട്ട് താഴോട്ടൊന്ന് താഴ്ത്തിയില്ലേ? അതുപോലെ തന്നെ ഈ പിൻഭാഗത്തുമായില്ലേ? ആകയാൽ അനക്കം 3ന്റെ മേലെ വന്നില്ലേ? അതുകൊണ്ട് നിസ്കാരം ബാത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ കുപ്പായം പിടിച്ച് താഴ്ത്തുന്ന ഏർപ്പാട് അതുണ്ടാകരുതെന്ന് പ്രത്യേകമായി മുഅ്മിനീകളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ മുതഅല്ലിമീങ്ങളെ, നിസ്കാരത്തിൽ ശൈത്താൻ വന്നിട്ട് തോന്നിക്കും തലയെക്കെട്ട് ശരിയായിട്ടില്ല, അത് ശൈത്താൻ തോന്നിപ്പിക്കും. അപ്പൊ പിന്നെ വല്ല തലയെക്കെട്ടൊന്ന് റെഡിയാക്കി നിസ്കാരം ബാത്തിലാക്കാനുള്ള ഏർപ്പാടാണ്. താടിയുള്ളവന് ചിലപ്പോൾ തോന്നും താടി ഇങ്ങനെ മോശമായിട്ടുണ്ട്, ഒരു 2-3 ശരിയാക്കല് താടി, നിസ്കാരം ബാത്തിലാക്കി. സുബ്ഹാനല്ലാഹ്, അതിലൊക്കെ പോയിട്ട് വേറെ എന്തെല്ലാം കോലം. ചില ആളുകൾ നിസ്കാരത്തിട്ട് മൂക്കിലെ മുടി പറിക്കും, മൂക്കിലെ പൊച്ചെടുക്കുന്ന ചിലര് നിസ്കാരത്തിൽ. ഇന്നാലില്ല. ഓ സഹോദരന്മാരെ, നിസ്കാരം അതിനൊന്നും വേണ്ടിയുള്ളതല്ല. ഭക്തിയോടെ നിസ്കരിക്കണം, നിസ്കാരം ബാത്തിലാക്കരുത്. ചിലർ സബഹല്ലാഹു ലിമൻ ഹമിദ റുകൂഇലേക്ക് പോയി, റുകൂഇ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. അങ്ങനെ കൈ ഉയർത്തിയിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഉടനെ കൈ അടക്കി അവിടെ വെക്കണം. സമിഅല്ലാഹു ലിമൻ ഹമിദ അടക്കി അവിടെ വെച്ചേക്കണം. പക്ഷേ പല ആളുകളും കൈ അടക്കി വെക്കുന്നില്ല. പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ, പിന്നെ ഇങ്ങനെ ക്ലോക്കിന്റെ പെൻഡലാടും പോലെ ഇങ്ങനെ ആടി നിൽക്കണം. അപ്പോഴേക്ക് നിസ്കാരം കുളത്തിലായിട്ടോ, നിസ്കാരം ബാത്തിലായി. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോരാ. നിസ്കാരം സഹീഹാകണമെങ്കിൽ കൈയാട്ടാതെ അവിടെ സൂക്ഷിച്ചു വെക്കണം. സമിഅല്ലാഹു ലിമൻ ഹമിദ അടക്കി അവിടെ വെച്ചേക്കണം. ഇനി സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി പറയുന്നില്ല, 2-3 മസ്അലകളും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
സൂറത്തതേ വജ്ജഹ്തൂതി നമ്മൾ ഓതിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ അതൊരു വല്ലാത്ത ബറക്കത്തുള്ള സൂറത്താണ്. അതേ, നമ്മൾ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച് മാത്രം 7 ദിവസം ഈ സ്റ്റേജിൽ മുമ്പ് സംസാരിച്ചപ്പോ നമ്മൾ അതിൽ നിന്ന് ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ കേൾക്കാത്തവർ വാങ്ങി കേൾക്കണം, കേൾക്കാത്തവർ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ, അതൊക്കെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പല പ്രസംഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റബ്ബിൽ ആലമീൻ, റബ്ബിൽ എന്ന ലാമിന് സുക്കൂൻ ചെയ്ത ശേഷം ആലമീൻ എന്ന ഐന്, ആലമീൻ എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിച്ചു ഓതണം. ഇല്ലെങ്കിൽ ഐനുണ്ടാകൂല, ലാമിനൊരു ശബ്ദമായി മാറും. എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആളുകളൊക്കെ ഓതൽ അങ്ങനെയാണ്, റബ്ബിൽ ആലമീൻ. ലാമിന് ഒരു ശബ്ദ കൊടുത്തിട്ട് 2 ലാമാക്കി ഓതുകയാണ്. ഐന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നിസ്കാരം ബാത്തിലാവുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ എന്ന ലാമിന് സുക്കൂൻ ചെയ്തിട്ട് ആലമീൻ എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുപോലെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അർറഹ്മാനിർ റഹീം, അവസാനം ഒരു മീമുണ്ട്. മാലികി യൗമിദ്ദീൻ, അതിന്റെ തുടക്കത്തിലും ഒരു മീമുണ്ട്. അപ്പൊ അർറഹ്മാനിർ റഹീം എന്നോതിയിട്ടൊരു ശ്വാസമെടുക്കണം. ശ്വാസമെടുത്തിട്ട് മാലികി യൗമിദ്ദീൻ എന്നോദണം. ഓരോ ആയത്തിന്റെയും ശേഷം ഒന്ന് ശ്വാസമെടുത്തിട്ട് 2ാമത്തെ ആയത്ത് ഓതുന്നതാണ് പുണ്യം. അഥവാ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീമി എന്ന് മീമിന് കസ്ർ ചെയ്തിട്ട് മാലികി യൗമിദ്ദീൻ എന്ന് എടുത്തു ഓതണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മീമ് നഷ്ടപ്പെട്ടു പോകും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി, നിസ്കാരം ബാത്തിലായി പോയി. അവിടെ സൂക്ഷിക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് ചുണ്ട് പൂട്ടണം. മീമ് പറയുമ്പോൾ ചുണ്ട് പൂട്ടണം. എന്നിട്ട് വലദ്ദാല്ലീൻ ചുണ്ട് തുറന്നുകൊണ്ട് വാവ് വേറെ മൊഴിയണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വാ എന്ന് പറയരുത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത്രയും ഫാത്തിഹയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ഇതുപോലൊരു കാര്യം കൂടി പറയുകയാണ്. നിസ്കരിക്കുമ്പോൾ ഭക്തി കിട്ടണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും സംസാരിച്ചതാണ്, എന്നാലും എപ്പോഴും വരുന്ന കാര്യമായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെ നോക്കിയിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കണം. മറ്റുള്ള ഒന്നിലേക്കും നമ്മളെ ശ്രദ്ധ പോകരുത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വരയും കുറിയുമുള്ള പടത്തിൽ നിസ്കരിക്കുന്നത് കറാഹത്താണെന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വിരിക്കുന്ന ഏകദേശ പടങ്ങളും കറാഹത്താണ്. പലപ്പോഴും വരയും കുറിയുമുള്ള വസ്ത്രമിട്ട് നിസ്കരിക്കുന്നതും കറാഹത്താണ്. അങ്ങനെയുള്ളതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതും കറാഹത്താണ്. അതുകൊണ്ട് പടം വാങ്ങുമ്പോൾ വരയും കുറിയും ചിത്രവും ഇല്ലാത്ത പടം വാങ്ങാൻ നോക്കുക. അത് കിട്ടൂ. ഒറ്റ വരയില്ലാത്തത് കിട്ടൂ. ഞാൻ ഇക്കൊല്ലം വാങ്ങിയിരുന്നു മക്കത്തുനിന്ന്, ഒറ്റ വരയില്ലാത്തത്. അങ്ങനെ ഒറ്റ വരയുമില്ലാത്ത പടങ്ങൾ വാങ്ങാൻ നോക്കുക. വരയും കുറിയുമുള്ളത് ഒഴിവാക്കുക. ഒന്നുകൂടി ഞാനവിടെ സൂചിപ്പിക്കട്ടെ. ചിലരെ ധാരണ കഅബത്തിന്റെ ഫോട്ടോ ഉള്ളതിൽ നിന്ന് നിസ്കരിച്ചാൽ നല്ലതാണെന്നാണ്. അല്ലാതെ ബെടക്കാണ്. കഅബയല്ല ബെടക്ക്, ഫോട്ടോ അല്ല ബെടക്ക്, അതിൽ നിന്ന് നിസ്കരിക്കലാ ബെടക്ക്. കഅബത്തിന്റെ ഫോട്ടോ നമുക്ക് ചവിട്ടാനുള്ളതല്ല. റൗള ശരീഫിന്റെ ഫോട്ടോ നമുക്ക് ചവിട്ടാനുള്ളതല്ല. കഅബ ശരീഫിന്റെ ഫോട്ടോ നമുക്ക് ചവിട്ടാനുള്ളതല്ല. നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ ബാപ്പയുടെ ഫോട്ടോ ഒരാൾ ചവിട്ടിയാ നീ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടൂല. വാസ്തവത്തിൽ അത് കീറിക്കളയേണ്ട സംഗതിയാണ്. ജീവനുള്ളതിന്റെ സാധനത്തിന്റെ ഫോട്ടോ, ജീവനുള്ള സാധനത്തിന്റെ ഫോട്ടോ ബഹുമാനിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം.
അതേ സമയത്ത് നിവൃത്തിയില്ലാത്ത ജനസംഗതിയുണ്ട്. സുബ്ഹാനല്ലാഹ്, 500 റുപ്യന്റെ മേലെയുണ്ട് ഒരു കസണ്ടി തലയുള്ള ഫോട്ടോ. അതിപ്പോ പറത്തി കീറി കളയാൻ പറ്റുമോ? അത് കീറണമെന്നില്ല. അതുപോലെ നാണയത്തിന്റെ മേലെയുണ്ട്, അത് എറിഞ്ഞു കളയേണ്ടതില്ല. അതൊക്കെ പണ്ഡിതന്മാര് വേറെ പറഞ്ഞിട്ടുണ്ട്, അത് ആവശ്യത്തിനാണ്. അതേ സമയത്ത് ജീവനുള്ള സാധനത്തിന്റെ ഫോട്ടോയിനെ ബഹുമാനിക്കുന്നത് നല്ല ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഫോട്ടത്തിനെ ബഹുമാനിക്കുക എന്നത് സാധാരണ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു വിഷയമാണ്. 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീ ചോദിച്ചിരിക്കുന്നു, ഔലിയാക്കളെ ഫോട്ടോ തൂക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നു. പറ്റൂല കേട്ടോ, ഔലിയാക്കളെ ഫോട്ടോ ആയിരുന്നാലും ഏത് ഉസ്താദിന്റെ ഫോട്ടോ ആയിരുന്നാലും അതൊന്നും ചുമരും മലാരും കൊണ്ടുപോയി തൂക്കണ്ട. അത് ഇസ്ലാമിൽ നല്ലതല്ല, പാടുള്ളതല്ല. ഞാനത് പല പ്രസംഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയം തന്നെ പറയട്ടെ. നിങ്ങൾ ഓർക്കണം, കഅബ ശരീഫിനെ ബഹുമാനിക്കുന്നവരാണ് നാം, റൗള ശരീഫിനെ ബഹുമാനിക്കുന്നവരാണ് നാം. കഅബ ശരീഫിന് ജീവനില്ല, റൗള ശരീഫിന്റെ ബിൽഡിങ്ങിനും കുബ്ബക്കും ജീവനില്ല. അതുകൊണ്ട് ആ ഫോട്ടോ ആദരിച്ചുകൊണ്ടോ സ്നേഹിച്ചുകൊണ്ടോ ഒരു ചുമരിൽ തൂക്കിയാൽ അതിന് കുഴപ്പമില്ല. അതേ സമയത്ത് അത് നിലത്തിട്ടിട്ട് നമ്മളെ കാലുകൊണ്ട് ചവിട്ടുക എന്നത് അതിനെ ആദരിക്കുന്നതിന് വിരുദ്ധമാണ്. അതുകൊണ്ട് കഅബയുടെ ഫോട്ടോ ഉള്ള പടങ്ങള്, റൗളയുടെ ഫോട്ടോ ഉള്ള പടങ്ങള് അത് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നത് നല്ല ഏർപ്പാടല്ല. അതിന്റെ പുറമെ വരയും കുറിയുമുള്ളതിൽ നിസ്കരിക്കുന്നതും, അങ്ങനത്തത് ഉടുത്ത് നിസ്കരിക്കുന്നതും, അങ്ങനത്തതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതും കറാഹത്താണെന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളതില്ലാത്തതാണ് നല്ലത്. എവിടെയെങ്കിലും അത്തരത്തിലുള്ളതുണ്ടെങ്കിൽ അവിടുന്ന് നിസ്കരിച്ചാൽ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. നല്ലത് അതൊക്കെയും ഒഴിവാക്കുന്നതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. സുജൂദ് ചെയ്യുമ്പോൾ ഓ ചെറുപ്പക്കാരെ, മുടിയുടെ മേലെയാകരുത്. മുതഅല്ലിമീങ്ങളെ, തലേക്കെട്ടിന്റെ മേലെയാകരുത്. തലേക്കെട്ടിന്റെ മേലെയാകരുത്, തൊപ്പിയുടെ മേലെയാകരുത്, നമ്മൾ ചുമന്ന വസ്തുവിന്റെ മേലെയാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേ, നെറ്റിയതാ നിലത്ത് കുത്തിയിരിക്കണം. മറ്റൊന്ന് പറയാനുള്ളത്, മറയില്ലാത്ത നിലക്ക് നെറ്റിവെക്കണമെന്നർത്ഥം. മറ്റൊന്ന് പറയാനുള്ളത്, സ്ത്രീകളെ, നിങ്ങൾ സുജൂദിൽ കൈവെക്കുമ്പോ നിങ്ങൾ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് വെക്കേണ്ടത്. പുരുഷന്മാരെ, നിങ്ങൾ കൈ നിവർത്തുകൊണ്ടാണ് വെക്കേണ്ടത്. നിങ്ങളുടെ ചുമലിന്റെ നേരെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സുജൂദ് ചെയ്യുന്നവന് ശല്യമുണ്ടാകാതെ നിങ്ങളുടെ ചുമലിന്റെ നേരെ നിങ്ങൾ പൊക്കിക്കൊണ്ടാണ് കൈവെക്കേണ്ടത് സുജൂദ് ചെയ്യുന്ന സമയത്ത്. സ്ത്രീകൾ അടക്കി ഒതുക്കി പിടിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് മസലകൾ പറയാനുണ്ട്, പക്ഷേ ഇനി ബാക്കി ഇൻഷാ അല്ലാഹ്